ഗുഡ് മോർണിംഗ്. ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 5 ചൊവ്വാഴ്ചയാണ്. ആദ്യം US മാർക്കറ്റുകളിലേക്ക് വരാം. ഇന്നലെ US മാർക്കറ്റുകൾ ഒരു ഇടിവിലേക്ക് പോയി. ചിപ്പ് മേക്കേഴ്സ് തന്നെയാണ് ഇന്നലെയും US മാർക്കറ്റുകളെ പിടിച്ചു നിർത്തിയത്. പക്ഷേ മെഗാ ക്യാപ് ടെക് സ്റ്റോക്കുകളായ ടെസ്ല, ആപ്പിൾ എന്നിവ ഒരു ഇടിവിലേക്ക് പോയി. ബിറ്റ്കോയിൻ പുതിയ ഓൾ ടൈം ഹൈയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 68,000-ലാണുള്ളത്. ഗോൾഡ് ഇപ്പോൾ ഉള്ളത് $2,126 പെർ ഔൺസ് എന്ന നിലയിലാണ്. എക്കാലത്തെയും ഉയർന്ന നിലയിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഏഷ്യൻ മാർക്കറ്റുകൾ പൊതുവിൽ ഇപ്പോൾ വീക്ക് ആയതുകൊണ്ട് തന്നെ നമ്മുടെ മാർക്കറ്റിൽ ഒരു നെഗറ്റീവ് സ്റ്റാർട്ടിനാണ് സാധ്യതയുള്ളത്. ആദ്യത്തെ സെഗ്മെന്റിലേക്ക്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ആദ്യത്തെ വാർത്ത, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ശക്തമായ മുന്നേറ്റത്തെ തുടർന്ന് മൂഡീസ് റേറ്റിംഗ് ഏജൻസി തിങ്കളാഴ്ച ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം അതായത് GDP പ്രവചനം കുത്തനെ ഉയർത്തി. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ 2023 മികച്ച പ്രകടനം കാഴ്ചവെച്ചു. മാത്രമല്ല വളർച്ചാ എസ്റ്റിമേറ്റ് 6.1% നിന്ന് 6.8% ഉയർത്താനും കാരണമായി എന്ന് മൂഡീസ് പറയുന്നു. 2023 അവസാന പാദത്തിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ 8.4% എന്ന ശക്തമായ വളർച്ച കൈവരിച്ചു. ഇത് മാനുഫാക്ചറിംഗ്, കൺസ്ട്രക്ഷൻ സെക്ടറിന്റെ ശക്തമായ പിന്തുണയോടുകൂടിയാണ്. സാമ്പത്തിക വിദഗ്ധർ പ്രവചിച്ചതിലും വേഗത്തിലായിരുന്നു ഇന്ത്യയുടെ വളർച്ച. ആരോഗ്യകരമായ ഉപഭോക്തൃ ചെലവ്, സ്വകാര്യ നിക്ഷേപത്തിലെ വർധനവ് തുടങ്ങിയ ഘടകങ്ങളുടെ പിന്തുണയോടെ വരും മാസങ്ങളിലും ഈ ഡാറ്റ പോസിറ്റീവായി തന്നെ തുടരും എന്ന് റിപ്പോർട്ടിൽ പറയുന്നു. മറ്റൊരു വാർത്ത, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെലങ്കാനയിലെ ആദിലാബാദിൽ നടന്ന ഔദ്യോഗിക ചടങ്ങിൽ 56,000 കോടിയിലധികം വിലമതിക്കുന്ന 30-ലധികം വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു. ഇനി ഈ സ്കീം പ്രകാരമുള്ള പ്രധാനപ്പെട്ട കുറച്ച് പദ്ധതികൾ നോക്കാം. 800 മെഗാവാട്ട് ശേഷിയുള്ള NTPC യൂണിറ്റ് 2 തെലങ്കാനയുടെ വൈദ്യുതി ഉൽപ്പാദന ശേഷി വർദ്ധിപ്പിക്കുന്ന ഒരു സുപ്രധാന പദ്ധതിയാണ്. റെയിൽവേ വൈദ്യുതീകരണ പദ്ധതികളുടെ പൂർത്തീകരണം, ഹൈവേ പദ്ധതികളുടെ തറക്കല്ലിടൽ എന്നിങ്ങനെ നിരവധി പദ്ധതികളാണ് ഇതിലുള്ളത്. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയിലും തെലങ്കാനയിൽ അതിന്റെ ഗുണപരമായ സ്വാധീനത്തിലും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്തു. പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ്. മാത്രമല്ല നിരവധി കമ്പനികളെ സംബന്ധിച്ചും പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസ് തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് മാർക്കറ്റ് ന്യൂസ് സെഗ്മെന്റിൽ നമ്മളിവിടെ ഷെയർ ചെയ്യാറുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാം. നമ്മുടെ ആദ്യത്തെ എഡ്യൂക്കേഷണൽ മീറ്റപ്പ് ബഹ്റൈനിൽ വെച്ചാണ് നടക്കുന്നത്. മാർച്ച് 7, 8, 9 തീയതികളിൽ ബഹ്റൈനിൽ വെച്ച് നടക്കുന്നു. അപ്പോൾ ഈ എഡ്യൂക്കേഷണൽ മീറ്റപ്പിൽ ആർക്കെങ്കിലും പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ട് താഴെ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. മറ്റൊരു കാര്യമുള്ളത്, നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരായി ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. നിഫ്റ്റിയിലേക്ക് 22,405-ൽ 27 പോയിന്റ്സ് ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത്. പവർ സെക്ടറും ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടറുമാണ് ഇന്നലെ നിഫ്റ്റിയെ നയിച്ചത്. 22,440 എന്ന പുതിയ ഓൾ ടൈം ഹൈ കൂടി ടച്ച് ചെയ്തിരിക്കുന്നു. ഹയർ ലെവലിൽ ഒരു റേഞ്ച് ബൗണ്ട് ആക്ഷനാണ് നടക്കുന്നത്. 22,440 മുകളിൽ ഒരു ബ്രേക്ക് ഔട്ട് നടന്നാൽ 22,600 മുതൽ 22,700 വരെയുള്ള റേഞ്ചിലേക്കൊക്കെ നിഫ്റ്റി എത്താനുള്ള സാധ്യതയുണ്ട്. ഡൗൺ സൈഡിലേക്ക് വന്നാൽ 22,250 ഒരു പ്രധാനപ്പെട്ട ലെവലാവാനും സാധ്യതയുണ്ട്. നിഫ്റ്റിയിലുണ്ടാകുന്ന ചെറിയ കറക്ഷനൊക്കെ നല്ലൊരു ഹെൽത്തി സൈൻ തന്നെയാണ്. മാത്രമല്ല ബൈ ഓൺ ഡിപ്സ് വർക്കാവുന്നത് വളരെ പോസിറ്റീവായിട്ട് തന്നെ കാണാം. പ്രധാനപ്പെട്ട ഹവർലി മൂവിംഗ് ആവറേജുകൾ ഉള്ളത് 22,290, 22,230 റേഞ്ചിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സോണും വളരെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്സൈഡ് കൂടി നോക്കിയാൽ ഹവർലി അപ്പർ ബോളിഞ്ചർ ബാൻഡ് ഉള്ളത് 22,570 മുതൽ 22,600 വരെയുള്ള റേഞ്ചിലാണ്. അടുത്തത് ഡെയിലി ചാർട്ടിലേക്ക്. ഒരു ഡോജി കാൻഡിൽ സ്റ്റിക്ക് ആണ് ഡെയിലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത്. ഒരു ഇൻഡിസിഷൻ ആണ് അത് സൂചിപ്പിക്കുന്നത്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്ക് ആദ്യം 23,000-ലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 22,800 സ്ട്രൈക്കിലും അതിനുശേഷം 22,400 സ്ട്രൈക്കിലും. പുട്ട് സൈഡിലേക്ക് വന്നാൽ 22,200 സ്ട്രൈക്കിലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 22,000 സ്ട്രൈക്കിലും അതിനുശേഷം 22,100 സ്ട്രൈക്കിലും. വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 22,800-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 22,200-ഉമാണ്. ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങൾ പരിശോധിക്കാം. ആദ്യം 22,400 സ്ട്രൈക്കിൽ പുട്ട് സൈഡിൽ 324% വർധനവാണ് കാണുന്നത്. കോൾ സൈഡിലേക്ക് വന്നാൽ 95% വർധനവ്. പുട്ട് സൈഡിൽ ഒരു ലോങ് ബിൽഡപ്പും കോൾ സൈഡിൽ ഒരു ഷോർട്ട് ബിൽഡപ്പുമാണുള്ളത്. 22,350 സ്ട്രൈക്കിൽ 110% വർധനവ് കാണാം. പുട്ട് സൈഡിൽ ഒരു ലോങ് ബിൽഡപ്പ് തന്നെയാണ്. കോൾ സൈഡിൽ 12% വർധനവ്, ഒരു ചെറിയ ഷോർട്ട് ബിൽഡപ്പാണുള്ളത്. 22,450 സ്ട്രൈക്കിൽ പുട്ട് സൈഡിൽ 325% വർധനവ് കാണാം. കോൾ സൈഡിലേക്ക് വന്നാൽ 125% വർധനവ്. രണ്ട് സ്ട്രൈക്കുകളിലും ഒരു ബിൽഡപ്പ് തന്നെയാണ്. പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പും കോൾ സൈഡിൽ ഒരു ഷോർട്ട് ബിൽഡപ്പുമാണ്.
മൊത്തത്തിലുള്ള ഈ 3 സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ സ്ട്രോങ് പുട്ട് സൈഡ് തന്നെയാണ്. മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ ശക്തിയുള്ള പുട്ട് സെല്ലേഴ്സ് തന്നെയാണ് എന്ന് മനസ്സിലാക്കാം. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 47,456 169 പോയിന്റ്സ് ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ക്രൂഷ്യൽ സപ്പോർട്ട് ലെവലാവാൻ സാധ്യതയുള്ളത് 47,000ഉം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 47,500ഉമാണ്. ബാങ്ക് നിഫ്റ്റി ഇപ്പോഴും പോസിറ്റീവ് തന്നെയാണ് എന്ന് കാണാം. കൂടാതെ ഓൾ ടൈം ഹൈ ലെവലിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ബാങ്ക് നിഫ്റ്റി. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്ക് ആദ്യം 49,000-ലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം 48,000 സ്ട്രൈക്കിലും അതിനുശേഷം 47,500 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിലേക്ക് വന്നാൽ 47,000-ലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 46,000-ലും അതിനുശേഷം 46,500 സ്ട്രൈക്കിലും. വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 47,500 മുതൽ 48,000 വരെയുള്ള റേഞ്ചാണ്. സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 47,000. ഇന്ത്യ വിക്സിലേക്ക് തുടർച്ചയായ 5ാമത്തെ ദിവസമാണ് ഇന്ത്യ വിക്സ് ഇടിയുന്നത്. 14.92 എന്ന നിലയിൽ 0.47% ഇന്നലെ ഇന്ത്യ വിക്സ് ഇടിഞ്ഞത്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ നോക്കാം. ആദ്യം ടാറ്റ മോട്ടോഴ്സ് തന്നെയാണ് ഇന്ന് ഫോക്കസിൽ ഉണ്ടായിരിക്കുക. കാരണം ടാറ്റ മോട്ടോഴ്സ് ലിമിറ്റഡിന്റെ ഡയറക്ടർ ബോർഡ് തിങ്കളാഴ്ച നടന്ന യോഗത്തിൽ ടാറ്റ മോട്ടോഴ്സ് ലിമിറ്റഡിനെ 2 വ്യത്യസ്ത ലിമിറ്റഡ് കമ്പനികളായി വിഭജിക്കാനുള്ള നിർദ്ദേശം അംഗീകരിച്ചു. വാണിജ്യ വാഹന ബിസിനസ്സും അനുബന്ധ സ്ഥാപനങ്ങളും ഒരു സ്ഥാപനമായി, കൂടാതെ PV, EV, JLR എന്നിവയുൾപ്പെടെയുള്ള വാഹന ബിസിനസ്സുകൾ മറ്റൊരു സ്ഥാപനവുമായിട്ടാണ് കണക്കാക്കുന്നത്. മറ്റൊരു വാർത്തയുള്ളത് NTPCയെ സംബന്ധിച്ചാണ്. കമ്പനി യൂണിറ്റ് NTPC ഗ്രീൻ എനർജി ലിമിറ്റഡ് ഉത്തർപ്രദേശ് രാജ് വിദ്യുത് ഉത്പാദൻ നിഗം ലിമിറ്റഡുമായി ഒരു സംയുക്ത സംരംഭ കരാറിൽ ഒപ്പുവെച്ചു എന്നൊരു വാർത്ത. മറ്റൊരു കമ്പനി IIFL ഫിനാൻസ് ആണ്. കമ്പനി അവരുടെ സ്വർണ്ണ വായ്പ രീതികളെ കുറിച്ചുള്ള ആശങ്കകൾ കാരണം പുതിയ സ്വർണ്ണ വായ്പകൾ നൽകുന്നതിൽ നിന്ന് RBI അവരെ നിയന്ത്രിച്ചു. ഈ നിയന്ത്രണം പുതിയ വായ്പകൾ നൽകുന്നതിലേക്ക് മാത്രമാണ്. നിലവിലുള്ള വായ്പകൾക്ക് ഇത് ബാധകമല്ല. മറ്റൊരു കമ്പനി മാക്രോടെക് ഡെവലപ്പേഴ്സ് ആണ്. പ്രമുഖ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പർ മാർച്ച് 4-ന് അതിന്റെ യോഗ്യതയുള്ള സ്ഥാപനങ്ങളുടെ പ്ലേസ്മെന്റ് QIP ഇഷ്യൂ പുറത്തിറക്കി. ഫ്ലോർ പ്രൈസ് 1129.48 ആണ്. തിങ്കളാഴ്ചത്തെ ക്ലോസിംഗ് പ്രൈസിൽ നിന്നും 4.68% കിഴിവിലാണ് ഈ ഫ്ലോർ പ്രൈസ് ഉള്ളത്. മറ്റൊരു കമ്പനി AU സ്മോൾ ഫിനാൻസ് ബാങ്ക് ആണ്. AU സ്മോൾ ഫിനാൻസ് ബാങ്കുമായി ഫിൻകെയർ സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ സംയോജന പദ്ധതിക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അംഗീകാരം നൽകി. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്ക് സി എന്റർടൈൻമെന്റ് ആണ്. കൂടാതെ നമ്മുടെ ആലപ്പുഴ അതുപോലെ കോഴിക്കോട് മീറ്റപ്പുകളിൽ, എഡ്യൂക്കേഷണൽ മീറ്റപ്പുകളിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു വാട്സപ്പ് ലിങ്ക് നൽകിയിട്ടുണ്ട്. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, നമ്മുടെ ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ 10 മണി മുതൽ 3:30 വരെയാണ്. അപ്പോൾ ഒത്തിരിയേറെ ഇൻഫർമേഷൻസ് ഉള്ള ഒരു സെഷനാണ്. നിർബന്ധമായും തന്നെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്ന് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്യുന്ന സ്വിംഗ് സ്റ്റോക്കുകൾ, ഒന്ന് നാഷണൽ അലുമിനിയമാണ്. ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് 167.20 സ്റ്റോക്കിൽ ഇന്ന് നമ്മളൊരു ടാർഗറ്റായി ഫിക്സ് ചെയ്യുന്നത് 180ഉം സ്റ്റോപ്പ് ലോസ് 157ഉമാണ്. മറ്റൊരു സ്റ്റോക്ക് ഒബ്രോയ് റിയാലിറ്റിയാണ്. ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് 1386 ടാർഗറ്റ് 1405ഉം സ്റ്റോപ്പ് ലോസ് 1370ഉമാണ്. ഈ പറഞ്ഞ 2 സ്റ്റോക്കുകളും നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. കൃത്യമായി പഠിച്ചതിന് ശേഷം മാത്രം ഈ സ്റ്റോക്കുകളിൽ ട്രേഡ് എടുക്കുക. എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്യുന്ന F&O സ്റ്റോക്കുകളുടെയും സ്വിംഗ് സ്റ്റോക്കുകളുടെയും പെർഫോമൻസ് അനാലിസിസിലേക്കാണ്. ആദ്യം ഓയിൽ ഇന്ത്യ 585 എന്ന നിലയിൽ മാർച്ച് 1-നായിരുന്നു എൻട്രി എടുക്കുന്നത്. ഓയിൽ ഇന്ത്യയിൽ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റും സെക്കൻഡ് ടാർഗറ്റും ഇന്നലെ ഹിറ്റ് ചെയ്തു. 639 വരെയാണ് സ്റ്റോക്ക് അപ്പായത്. ചുരുങ്ങിയ ദിവസം കൊണ്ട് 8.4% നമുക്ക് ഓയിൽ ഇന്ത്യയിൽ പ്രോഫിറ്റായി ലഭിച്ചത്. മറ്റൊരു സ്റ്റോക്ക് സോളാർ ഇൻഡസ്ട്രീസ് 6806 എന്ന നിലയിൽ ഫെബ്രുവരി 22-നാണ് നമ്മൾ സ്റ്റോക്കിൽ എൻട്രി എടുക്കുന്നത്. 7399 വരെയാണ് ഇന്നലെ സ്റ്റോക്ക് അപ്പായത്. 8.70% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. നമ്മുടെ ടാർഗറ്റ് വളരെ മുന്നേ തന്നെ നമുക്ക് ഹിറ്റ് ചെയ്യാനും സാധിച്ചിരുന്നു. മറ്റൊരു സ്റ്റോക്ക് KEI ഇൻഡസ്ട്രീസ് ഫെബ്രുവരി 27-നായിരുന്നു എൻട്രി എടുക്കുന്നത്. 3276 എന്ന നിലയിൽ എൻട്രി എടുത്തു. 3444 വരെ സ്റ്റോക്ക് അപ്പായി. 5% മുകളിൽ നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. സ്വിംഗ് സെഗ്മെന്റിൽ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്റ്റോക്കുകളെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി F&O സെഗ്മെന്റിൽ നിരവധി സ്റ്റോക്കുകൾ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുകയുണ്ടായി. ആദ്യം NTPC 340 CE ആയിരുന്നു. ഫെബ്രുവരി 20-നായിരുന്നു നമ്മൾ എൻട്രി എടുക്കുന്നത്. 341.4 എന്ന നിലയിൽ നിന്നും 350 വരെയാണ് സ്റ്റോക്ക് അപ്പായത്. ടാർഗറ്റ് ഹിറ്റ് ചെയ്യാൻ സാധിച്ചു. മറ്റൊരു സ്റ്റോക്ക് ലോറസ് ലാബ്സ് ആയിരുന്നു. 400 CE ഫെബ്രുവരി 19-നായിരുന്നു പറഞ്ഞത്. എൻട്രി എടുക്കുന്നത് 410 എന്ന നിലയിൽ 418.65 വരെ സ്റ്റോക്ക് അപ്പായി.
നല്ല പ്രോഫിറ്റാണ് നമുക്ക് സ്റ്റോക്കിൽ ലഭിച്ചത്. ഇന്നലെ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തതും വലിയ പ്രോഫിറ്റിലേക്ക് വന്ന കുറച്ച് സ്റ്റോക്കുകളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. ഇനി നമ്മുടെ ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത വാട്സ്ആപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ ആദ്യം FIDA ആക്ടിവിറ്റിയാണ്. FIS 564 കോടി രൂപയ്ക്ക് ഇന്നലെ സെല്ല് ചെയ്തപ്പോൾ DIS വലിയ ബൈയിങ്ങിലേക്കാണ് പോയത്. 3542 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. US മാർക്കറ്റുകളിലേക്ക് ഇന്നലെ US-ലെ 3 മാർക്കറ്റുകളും ഇടിഞ്ഞാണ് റെഗുലർ സെഷനിൽ ക്ലോസ് ചെയ്ത്. ഡൗ ജോൺസ് 0.25% ഇടിഞ്ഞപ്പോൾ നാസ്ഡാക്ക് 0.41% ഇടിഞ്ഞത്. S&P 500 0.12% ഇടിയുകയും ചെയ്തു. ഇന്നലെ ചിപ്പ് മേക്കേഴ്സ് എൻവിദിയ 3% ഉയർന്നു. സൂപ്പർ മൈക്രോ കമ്പ്യൂട്ടേഴ്സ് 18% ഉയർന്നു. പക്ഷേ മറ്റ് മെഗാ ക്യാപ് ടെക് സ്റ്റോക്കുകളാണ് ഇന്നലെ ഇടിവിലേക്ക് പോയത്. ആപ്പിൾ യൂറോപ്യൻ കമ്മീഷൻ ഫൈൻ ചുമത്തിയതോടെ 2.5% ഇടിയുകയുണ്ടായി. പുതിയ പ്രൈസ് ഡിസ്കൗണ്ട് അനൗൺസ് ചെയ്തതോടെ ടെസ്ല 7% ഇടിഞ്ഞു. കൂടാതെ S&P 500 പുതിയ ഓൾ ടൈം ഹൈ ടച്ച് ചെയ്തു. പക്ഷേ ലാസ്റ്റ് ഹവറിൽ ഉണ്ടായ സെല്ലിംഗ് പ്രഷറിൽ ഒരു ഇടിവിലേക്ക് പോയി. കൂടാതെ 4 മാസം കൊണ്ട് 21% S&P 500 നേട്ടമുണ്ടാക്കിയത്. ബൊഫ ഗ്ലോബൽ റിസർച്ച് ഇയർ എൻഡ് ടാർഗറ്റ് 5000-ൽ നിന്ന് 5400 ഉയർത്തി. ഇപ്പോഴത്തെ കറന്റ് ലെവലിൽ നിന്ന് 5% ടാർഗറ്റ് ഉയർത്തുകയാണ് ചെയ്തത്. ഇനി പുറത്തു വരുന്ന പ്രധാനപ്പെട്ട ഡാറ്റകൾ S&P ഗ്ലോബൽ US സർവീസസ് പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ് ഡാറ്റ, ഡ്യൂറബിൾ ഗുഡ്സ് ഓർഡേഴ്സ് എന്നീ ഡാറ്റകൾ ചൊവ്വാഴ്ച പുറത്തുവരും. ഇന്നലെ US-ൽ യൂട്ടിലിറ്റി സെക്ടർ 1.64% ഉയർന്നത്. US-ൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം കൂടി നോക്കാം. ടെക് സൈഡിൽ 0.15% ഇൻഫോസിസ് ഇടിയുകയുണ്ടായി. വിപ്രോ 0.56% നേട്ടത്തിലും, ICICI ബാങ്ക് 0.30% ഇടിവിലും, HDFC ബാങ്ക് 0.93% ഇടിവിലും, ആക്സിസ് ബാങ്ക് 0.23% ഉയർന്നുമാണ് ഇന്നലെ ക്ലോസ് ചെയ്ത്. മേക്ക് മൈ ട്രിപ്പ് 3.90% അവിടെ ഇന്നലെ ഇടിഞ്ഞത്. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡൗ ജോൺസ് 0.12% ഇടിവിലാണ്. S&P 500 0.10% ഇടിവിലും, നാസ്ഡാക്ക് 0.25% ഇടിവിലുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. യൂറോപ്യൻ മാർക്കറ്റ് യൂറോപ്യൻ സെൻട്രൽ ബാങ്കിന്റെ വരാനിരിക്കുന്ന പലിശ നിരക്ക് തീരുമാനങ്ങൾക്കായി നിക്ഷേപകർ ഉറ്റുനോക്കുമ്പോൾ തിങ്കളാഴ്ച യൂറോപ്യൻ വിപണികൾ ഇടിയുകയാണ് ചെയ്തത്. UK മാർക്കറ്റ് FTSE 0.55% ഇടിഞ്ഞപ്പോൾ ഫ്രാൻസ് മാർക്കറ്റ് CAC 0.28% ഉയർന്നു. ജർമ്മൻ മാർക്കറ്റ് DAX 0.11% ഇടിഞ്ഞു. സ്റ്റോക്ക് 600 0.07% ഇടിഞ്ഞത്. അവിടെ വലിയ ഇമ്പാക്റ്റ് ഉണ്ടായത് ഇന്നലെ മൈനിങ് സ്റ്റോക്കുകളായിരുന്നു. 1.24% ഇടിഞ്ഞത്. ടെക് സൈഡിൽ ടെക് സ്റ്റോക്കുകൾ 0.8% ഉയരുകയും ചെയ്തു. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന യൂറോപ്യൻ മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡാക്സ് 0.09% ഇടിവിലും, CAC 0.13% ഇടിവിലും, FTSE 0.13% തന്നെ ഇടിവിലുമാണ്. ഏഷ്യൻ മാർക്കറ്റുകൾ ചൈനയുടെ 2 സെഷൻസ് മീറ്റിംഗ് നടക്കുമ്പോൾ ഏഷ്യ പസഫിക് വിപണികൾ ഇപ്പോൾ ഇടിവിലാണ്. ചൈനയുടെ 2024 GDP വളർച്ചാ ലക്ഷ്യം ഏകദേശം 5% എന്നാണ് ഫോർകാസ്റ്റ് ചെയ്തത്. പണപ്പെരുപ്പ നിരക്ക് ഏകദേശം 3% ഉയർത്തുകയും ചെയ്തു. ഇപ്പോൾ ഓപ്പൺ ചെയ്ത ഏഷ്യൻ മാർക്കറ്റുകളിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഉള്ളത് 22,483 എന്ന നിലയിലാണ്. 6 പോയിന്റ്സ് ഇടിവിലാണ് ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത്. അതായത് നമ്മുടെ മാർക്കറ്റിൽ ഒരു 15 മുതൽ 20 പോയിന്റ്സിൻ്റെയൊക്കെ ഗ്യാപ് ഡൗൺ നമുക്കിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. മറ്റു മാർക്കറ്റുകളിൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി 40,000-ന് താഴേക്ക് വന്നിരിക്കുന്നു. 0.58% ഇടിവിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. കോസ്പി മാർക്കറ്റ് 0.20% ഇടിവിലും, സിംഗപ്പൂർ മാർക്കറ്റ് 0.34% നേട്ടത്തിലും, തായ്വാൻ മാർക്കറ്റ് 0.51% നേട്ടത്തിലുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഓയിൽ പ്രൈസുകൾ ക്രൂഡ് വിപണികളുടെ ഹ്രസ്വകാല സ്ഥിരത പിന്തുണയ്ക്കുന്നതിനായി ഓയിൽ കാർട്ടൽ OPEC+ 2ാം പാദം വരെ സ്വമേധ്യ ഉൽപ്പാദനം കുറയ്ക്കാൻ സമ്മതിച്ചതിനെ തുടർന്ന് തിങ്കളാഴ്ച എണ്ണവില ഇടിയുകയുണ്ടായി. ബ്രന്റ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $78.58 പെർ ബാരൽ എന്ന നിലയിലാണ്. 0.24% ഇടിവിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. WTI ഉള്ളത് $78.54 പെർ ബാരൽ എന്ന നിലയിൽ 0.25% ഇടിവിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് ഇവിടെ ഷെയർ ചെയ്ത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അതൊന്നും റെക്കമെൻഡേഷനായിട്ട് ആരും തന്നെ എടുക്കരുത്. എങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. നന്ദി.